നമ്മൾ സെയിൽസിൽ ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കസ്റ്റമറെ സെയിൽസിലേക്ക് ക്ഷണിക്കുമ്പോൾ, കസ്റ്റമർ ടച്ച് പോയിന്റുകൾ, പ്രധാനമായിട്ടുള്ള ടച്ച് പോയിന്റുകൾ എവിടെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ടച്ച് പോയിന്റുകൾ ബെറ്റർ ആക്കിയാലാണ് നമുക്ക് ശരിക്കും നല്ല രീതിയിലുള്ള ഒരു സെയിൽസിലേക്ക് എത്തിക്കാൻ കഴിയുക. ഫോർ എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ പോലും അവിടുത്തെ ഫുഡിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മൾ ശരിക്കും നമ്മുടെ കാറ് അല്ലെങ്കിൽ നമ്മുടെ വാഹനം നിർത്തുന്ന സമയത്ത് ആ സെക്യൂരിറ്റിക്കാരൻ്റെ ഒരു അറ്റൻഷൻ ഉണ്ട്. ആ സെക്യൂരിറ്റിക്കാരൻ നമ്മോട് പെരുമാറുന്ന ഒരു ചിരി പോലും നമ്മുടെ ശരിക്കും അവിടെ ഒരു അറ്റൻഷൻ കീപ്പ് ചെയ്യും, അല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ എല്ലാ ഘട്ടങ്ങളിലും കസ്റ്റമർ ടച്ചിങ്സ് ഉള്ള സ്ഥലങ്ങൾ മുഴുവൻ പെർഫെക്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു സെയിൽ നടത്താൻ നമ്മളെ സഹായിക്കുക. പ്രധാനമായിട്ടും കസ്റ്റമർ ടച്ചിങ് പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് അറ്റൻഷനാണ്, രണ്ട് ട്രസ്റ്റാണ്, മൂന്നാമത്തത് അതോറിറ്റിയാണ്, അതുപോലെ പിന്നീട് എൻഗേജ്മെൻ്റ് ആണ്, അതിൽ നിന്ന് ശേഷം ഒരു കൺവേർഷൻ, അത് കഴിഞ്ഞാൽ റിട്ടൻഷൻ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്ലാൻ വരുന്നത്. അതായത് ഒന്ന്, നമ്മളിപ്പോൾ പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയകളിൽ, വിഷ്വൽ മീഡിയകളിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് കാണും. അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ഫോൺ എടുത്ത് നോക്കിയാൽ തന്നെ വിരലെണ്ണാവുന്നതിലപ്പുറത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് ഒരുപാട് വീഡിയോസുകൾ കാണുന്നുണ്ട്. ഈ വീഡിയോസുകൾക്കിടയിൽ നമ്മൾ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ് വീഡിയോക്ക് ഒരു അറ്റൻഷൻ കിട്ടണം. അവർ ആ സ്ക്രോളിങ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ അറ്റൻഷൻ കിട്ടണം. അതായത് ആ വീഡിയോ സ്ക്രോൾ ചെയ്യുന്നത് നിർത്തുന്ന ഒരു സിറ്റുവേഷൻ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആയിരക്കണക്കിന് സ്ക്രോളിങ്ങിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു അഡ്വർടൈസ്മെൻറ്റിലേക്ക് സ്ക്രോൾ ചെയ്യും. നമ്മുടെ ഒന്നാമത്തെ കസ്റ്റമർ ടച്ചിങ് പോയിന്റ് എന്ന് പറയുന്നത് ഈ അറ്റൻഷനാണ്. ആ സ്ക്രോളിങ്ങിനെ നിർത്തിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടൻറ്റും ഒരു ഇംപ്രഷനും നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് വീഡിയോയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ അറ്റൻഷൻ അവിടെ ആ ടച്ച് പോയിന്റിൽ, കസ്റ്റമർ ടച്ച് പോയിന്റിൽ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ, രണ്ടാമത്തത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് അഡ്മിഷൻസ് എടുത്തിട്ടുണ്ടാവും. നമ്മൾ കുറേ അഡ്മിഷൻസ് എടുത്തിട്ടുണ്ടാവും. 10,000 ലീഡ് വരുമ്പോൾ 1000 ആളുകളെ അല്ലെങ്കിൽ 500 ആളുകളെ അല്ലെങ്കിൽ 100 പേരെ നമുക്ക് സെയിൽസായിട്ട് അഡ്മിഷൻ ആക്കിയിട്ട് മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം അത്രയും ആളുകൾ നമ്മെ വിശ്വസിച്ചു എന്നുള്ളതാണ്. നമ്മളിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പാർട്ട്. കസ്റ്റമർ ടച്ചിങ് പോയിന്റിൽ രണ്ടാമത്തെ പാർട്ട് നമുക്ക് ട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ട്രസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ജോയിൻ ചെയ്താൽ പോലും, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്താൽ പോലും എനിക്ക് എന്നെ ഇവർ ചീറ്റ് ചെയ്യുകയില്ല, അല്ലെങ്കിൽ എനിക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള ഒരു അതോറിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ശ്രമിക്കേണ്ടത്. അതോറിറ്റി ബിൽഡ് ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിലവിൽ നമ്മൾ ഇപ്പോൾ ഒരു അക്കാദമിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഫോട്ടോസ്, ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടി പറ്റും. അവരുടെ ടെസ്റ്റിമോണിയൽസ് പറയുന്നതോടുകൂടി അതോറിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. ഇത് ആരാണ് ചെയ്യുന്നത് എന്നുള്ളത്, നമ്മൾ എത്ര സ്റ്റുഡൻസിന് പ്ലേസ്മെൻറ്റ് നടത്തി എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ എന്ത് ബെനിഫിറ്റ് കിട്ടും എന്നുള്ള രൂപത്തിൽ നമുക്കൊരു അതോറിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ അതോറിറ്റി ബിൽഡ് ചെയ്യുന്നതോടുകൂടി എൻഗേജ്മെൻറ്റിനില്ലേ ഒരു അവസരം കൊടുക്കണം. അവരും നമ്മളും തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, നമ്മൾ അവരോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരെ ഇൻട്രാക്ഷനിലേക്ക് കൊടുന്ന് അവർക്കൊരു എൻഗേജ്മെൻറ്റിനില്ല, ഒരു എൻഗേജ് ചെയ്യാനൊരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ശേഷം മാത്രമാണ് ഈ അറ്റൻഷനും ട്രസ്റ്റും അതോറിറ്റിയും എൻഗേജ്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം, ആ ഒരു എൻഗേജ്മെൻ്റ് അവസരം വരെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കൺവേർഷനിലേക്ക് വേണ്ടിയിട്ട്, ആ സെയിൽസ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാൻ പാടുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ ഇവരെ ഉപയോഗിച്ച് റിട്ടൻഷൻ, നമ്മുടെ ഒരു ഹയർ പ്രൊഡക്റ്റോ, നമ്മുടെ മറ്റൊരു കോഴ്സോ, നമ്മുടെ മറ്റൊരു പ്രൊഡക്റ്റോ അവരിലേക്ക് ക്രോസ് സെല്ലിംഗ് നടത്താനും, അല്ലെങ്കിൽ അവരെ കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന രൂപത്തിൽ അഫിലിയേറ്റ് മെത്തേഡുകളോ റെഫറൻസ് മെത്തേഡുകളോ ഒക്കെ ഉപയോഗിക്കാനും ചെയ്യേണ്ടത്. ഈ കസ്റ്റമർ ടച്ചിങ് പോയിൻ്റ് ആയിട്ടുള്ള ഈ 6 ഭാഗങ്ങളിലും പെർഫെക്റ്റായിട്ട്, നമ്മുടെ സ്മൂത്തായിട്ട്, വളരെ പെർഫെക്റ്റായിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെൻറ്ററിൽ പോയിരുന്നു. അതിനുശേഷം ആ വേദന കുറവില്ലാത്തതുകൊണ്ട്, എൻ്റെ ഫാമിലിയിൽ ഒരാൾക്ക് വേണ്ടിയിട്ടായിരുന്നു, വേദന ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ മറ്റൊരു കണ്ണിൻ്റെ ഹോസ്പിറ്റലിലും പോയി ഉണ്ടായിരുന്നു. ഈ 2 സ്ഥലത്തുനിന്നും നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് രണ്ടും രണ്ടായിരുന്നു. അപ്പോൾ
നമ്മൾ എവിടെയാണ് ഇനി തുടർന്ന് പോവേണ്ടത്, അല്ലെങ്കിൽ എവിടുന്നാണ് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടുന്നാണ് നമ്മൾ സർവീസ് എടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ ടച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. ഒരു എക്സാമ്പിൾ പറയാം. ആദ്യത്തെ സ്ഥലത്ത് പോയി സർവീസ് കഴിഞ്ഞ് പോന്നു, രണ്ടാമത്തെ സ്ഥലത്ത് പോയി സർവീസ് കഴിഞ്ഞ് പോന്ന് പിറ്റേ ദിവസം മോർണിംഗിൽ എനിക്കൊരു കോൾ വരുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? അത് നമ്മളെ കസ്റ്റമർ ടച്ചിങ് പോയിന്റ് ആണ്. അവിടെ അവർ പെർഫെക്റ്റ് ആയിട്ട് അവർ നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് അവർ ചോദിച്ചു എന്നുള്ളതാണ്. അതുപോലെ ഒന്നാമത്തെ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള സെക്യൂരിറ്റിക്കാരൻ്റെ മനോഭാവം പോലും നമ്മുടെ കസ്റ്റമർ വീണ്ടും ആ റിട്ടൻഷനിലേക്ക്, വീണ്ടും ആ സ്ഥാപനത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ പ്രാപ്തരാക്കും. അതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിലും ഈ മേഖലയിലെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ടച്ച് പോയിന്റുകളെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക, മനസ്സിലാക്കുക. ഒന്നാമത്തത് അറ്റൻഷനാണ്, രണ്ടാമത്തത് ട്രസ്റ്റാണ്, മൂന്നാമത്തത് അതോറിറ്റിയാണ്, 4 അവരുമായിട്ടൊരു ഒരു എൻഗേജ്മെൻറ്റ്, ഒരു ഇൻട്രാക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം കൺവേർഷനാണ്, സെയിൽസ് കൺവേർഷനാണ്. അതിനുശേഷം നമ്മൾ റിട്ടൻഷനാണ്, വീണ്ടും അവരെ ചെയ്യിപ്പിക്കുന്നത്. ഇതെല്ലാവരും അവരുടെ ബിസിനസ്സിൽ കൊണ്ടുവരിക. താങ്ക് യു.